നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇലിക്കൽ. ഇന്ന് തിങ്കളാഴ്ച ദിവസം. ഇന്ന് നമ്മൾ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു. കാരണം SBIയുടെ റിസൾട്ട് കഴിഞ്ഞ വീക്കെൻഡിൽ SBI റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. 25% നെറ്റ് പ്രോഫിറ്റിൽ ഫോളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യ സമയങ്ങളിൽ നിഫ്റ്റിയിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും കണ്ടില്ല. കൺസോൾട്ടേറ്റ് ചെയ്ത് എന്നാൽ അവസാന സമയത്ത് നിഫ്റ്റി ഫോളായിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. 21,950 എന്ന റേഞ്ചിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തതിനു ശേഷം 1.5 കൂടിയിട്ട് നിഫ്റ്റി ഏകദേശം ഒരു 200 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ഉണ്ടാക്കി 21,761 ഇപ്പോൾ നിഫ്റ്റിയുടെ നിൽപ്പ്. സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫാർമ, ഓട്ടോ, എനർജി, റിയാലിറ്റി, മെറ്റൽ തുടങ്ങിയ സെക്ടേഴ്സ് മാത്രം ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ മീഡിയ, ബാങ്ക്, PSU, IT, ഫിൻ സർവീസ്, FMCG തുടങ്ങിയ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 82 പോയിൻറ്റ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിൽ നിന്ന് താഴെ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 354 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 145 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ഉണ്ടാക്കി. നിഫ്റ്റിയിൽ ടാറ്റ മോട്ടോഴ്സ് ഓട്ടോ സെയിൽസ് റിപ്പോർട്ടിൽ മികച്ച ഒരു സെയിൽസ്, അതിനുശേഷം അവരുടെ Q3 റിസൾട്ടിൽ മികച്ച ഒരു മുന്നേറ്റം നടത്തിയത് കൊണ്ട് ടാറ്റ മോട്ടോഴ്സ് 5.5% റാലിയും. കോൾ ഇന്ത്യ ഓൾ ടൈം ഹൈ ആണ്. സൺഫാർമ റിസൾട്ട് ഉണ്ടായിരുന്നു. സിപ്ല. അപ്പോൾ ഈ ഫാർമ സെക്ടേഴ്സിൽ 2 കമ്പനീസ് ശക്തമായൊരു റാലി രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് നിഫ്റ്റി സെക്ടർ പെർഫോമൻസിൽ ഫാർമ മുന്നിട്ട് നിന്നിട്ടുള്ളത്. ഇന്ന് ഫോളായിട്ടുള്ളത് ഫെർട്ടിലൈസർ ബിസിനസ് ചെയ്യുന്ന UPL റിസൾട്ടിന് ശേഷം 11% ഫോള്. ബജാജ് ഫിനാൻസ് 3.5%, എയർടെൽ 3.5%, HDFC ലൈഫ്, ഗ്രാസിം തുടങ്ങിയ കമ്പനീസ് ഫോള് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുവേ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആദ്യം വരുമ്പോൾ ഇന്ന് വിൻഫോൾ ടാക്സ് ഗവൺമെൻറ് പെർ ടണ്ണിന് 3,500 രൂപ ഉയർത്തിയിരുന്നു. ഇത് റിലയൻസ് ഇടിയാനായിട്ട് കാരണമായി. SBI മോശം റിസൾട്ട് കൊണ്ട് 1% ഇടിവ് രേഖപ്പെടുത്തി. HDFC ബാങ്കും അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല. Paytm ഇന്ന് ഫർദറായിട്ട് 10% ഫോൾ ഉണ്ടാക്കി. Paytm അവരുടെ സർക്യൂട്ട് ലിമിറ്റ് 20% നിന്ന് 10%ലേക്ക് കുറച്ചതുകൊണ്ട് മാത്രമാണ് 10% ഫോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗോൾഡ് പ്രൈസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,050 പെർ ഔൺസ് എന്ന നിലയിൽ നിന്ന് $2,025 പെർ ഔൺസിലേക്ക് കുറഞ്ഞു. ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഗോൾഡിൻ്റെ റേറ്റിൽ ഫോൾ ഉണ്ടായിട്ടുള്ളത്. FIIs ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ജനുവരിയിൽ, അതായത് ഇപ്പോൾ ഫെബ്രുവരി ആണല്ലോ, ഈ കഴിഞ്ഞ ജനുവരിയിൽ അവർ ഏകദേശം 35,977 കോടി രൂപക്ക് സെല്ല് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു വർഷം കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഹൈ ആണ് അവർ നടത്തിയിരിക്കുന്ന സെല്ല്. സിവിയർ സെല്ലാണ് കഴിഞ്ഞ മാസം ഉണ്ടാക്കിയിട്ടുള്ളത്. നിഫ്റ്റി ഇത്ര ഉയരത്തിലായതുകൊണ്ടും DSൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു പിന്തുണ ഉള്ളതുകൊണ്ടും റീറ്റെയിലേഴ്സ് തുടരെ ബൈ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു FIIസിൻ്റെ ഒരു സിവിയർ സെല്ല് നമുക്ക് വലിയ രീതിയിൽ ബാധിക്കാതെ, അല്ലെങ്കിൽ നമ്മളത് അനലൈസ് ചെയ്യാതെ, അല്ലെങ്കിൽ നമുക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത രീതിയിൽ വന്നിട്ടുള്ളത് DSൻ്റെയും റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ബൈയും കാരണമാണ്. മറ്റുള്ള ഡേറ്റയിലേക്ക് നമുക്ക് പോകാം. ഗ്ലോബൽ മാർക്കറ്റാണ്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ്. ഇന്നും ഒരു $13 പെർ ഔൺസിന് ഗോൾഡ് ഇടിഞ്ഞ് $2,026. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 82 രൂപ 98 പൈസ. ബ്രന്റ് ഓയിൽ $76.79 പെർ ബാരൽ. ഓസ്ട്രേലിയ, ചൈന, കൊറിയ മാർക്കറ്റുകൾ റെഡിലടച്ചപ്പോൾ നിക്കി ജപ്പാൻ മാർക്കറ്റ് ശക്തമായ ഒരു ചെറുത്ത് നിൽപ്പ് നടത്തി. ടാക്സ്, CSE 40, FTSE തുടങ്ങിയത് യൂറോപ്യൻ മാർക്കറ്റാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, പോസിറ്റീവാണ്. MOX റഷ്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ബിറ്റ്കോയിൻ 100 പോയിൻറ്റിൻ്റെ ഒരു സ്പൈക്ക് ചെയ്ത് 43,182. ഇന്ത്യ വിക്സ് ഇന്ന് 6% സ്പൈക്ക് ഉണ്ടായി 15.61. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്, സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ 20,300. ഇത് ഫിൻ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. കാരണം ഫിൻ നിഫ്റ്റി നാളെയാണ് എക്സ്പയറി. 20,300 സ്പോട്ട്. PCR കാണാം 0.8. കോൾ ഷോർട്ട് ചെയ്തിരിക്കുന്നത് 2.7 CR, പുട്ട് 2.1 CR. മേജർ റെസിസ്റ്റൻസ് സോൺ 20,400, 500, 600, 700, 20,800 റേഞ്ചുകളാണ്. ആദ്യ സപ്പോർട്ട് വരുന്നത് 20,000 എന്ന റേഞ്ചാണ്. അത് ബ്രേക്ക് ചെയ്തതിന് 19,800 എന്ന റേഞ്ച് ഉണ്ട്. അതിലും ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. നമ്മളുടെ കോഴിക്കോടും കൊച്ചിയിലുമുള്ള ഓഫീസിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ പഠിക്കാം. അതേ സപ്പോർട്ടാണ്
നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ഇൻസ്ട്രക്ടറെ വിളിക്കാം, സംശയങ്ങൾ ക്ലാരിറ്റി വരുത്താം. റെക്കോർഡഡ് ക്ലാസ്സാണ്, നിങ്ങൾക്ക് സാവധാനം പഠിച്ചാൽ മതി, എപ്പോഴും ആക്സസ് ഉണ്ടാവും. അത് 1 by 1 ആയിട്ട് ക്ലാസ്സുകൾ കാണാം, സംശയം ചോദിക്കുക, പേപ്പർ ട്രേഡ് ചെയ്യുക, അങ്ങനെ വളരെ സ്ലോലി ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ജോലിയിൽ ഇപ്പോൾ വളരെ ബിസി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഓൺലൈൻ മെത്തേഡ് അനുയോജ്യമാണ്. സ്റ്റോക്ക് ന്യൂസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് എയർടെൽ, ജെയിൻറ്റ് ടെലികോം കമ്പനിയായിട്ടുള്ള എയർടെലിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 54% വർധനവ്, 2446 കോടി രൂപ കരസ്ഥമാക്കി. ഇവരുടെ ARPU പെർ കസ്റ്റമറിൽ നിന്നുള്ള വരുമാനം 208 രൂപയാണ്. Paytm നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്നും 10%, 2 ദിവസം 20, 30, ഇന്ന് 10, ഓൾമോസ്റ്റ് ഒരു 50% സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ ഓൾ ടൈം ലോയിലാണ്. വരുൺ ബിവറേജ്, പെപ്സി കമ്പനികളുടെ പ്രൊമോട്ടേഴ്സാണ്. വരുൺ ബിവറേജ് നെറ്റ് പ്രോഫിറ്റ് വന്നു 132 കോടി രൂപ, 77% അറ്റാദായം ഉയർത്തി, ₹1.25 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. റെയിൽടെൽ കമ്പനിക്ക് 125 കോടി രൂപയുടെ ഓർഡർ വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് കിട്ടി. ടെക് വബാഗ് കമ്പനിക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. $33 മില്യൺ വർത്ത് വരുന്ന ഒരു ഓർഡർ സൗദി അറേബ്യയിൽ നിന്ന് അവർക്ക് കിട്ടി. കൻസായി നെറോലാക്ക് പെയിൻറ്റ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 41% ഉയർന്ന് 154 കോടി രൂപ കരസ്ഥമാക്കി. രാമകൃഷ്ണ ഫോർജിൻ കമ്പനി 100 കോടി രൂപയുടെ ഒരു ഓർഡർ നോർത്ത് അമേരിക്കയിൽ നിന്ന് കിട്ടി. അഖിൽവാലിയ കോൺട്രാക്റ്റ് ഇന്ന് റാലി രേഖപ്പെടുത്തി. 394 കോടി രൂപയുടെ ഓർഡർ കിട്ടി. L&T കമ്പനിക്ക് ഇന്ത്യൻ ഓയിലിൽ നിന്ന് ഒരു ലാർജസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. പ്രദീപ് ഫോസ്ഫേറ്റ് കമ്പനി 180 നിന്ന് 109 കോടി രൂപയിലേക്ക് അറ്റാദായം ചുരുങ്ങി. ത്രിവേണി ടർബൈൻ കമ്പനി 43 നിന്ന് 58 അറ്റാദായം ഉയർത്തി. കമ്പനി ₹2.30 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ഫെവിക്കോൾ കമ്പനിയുടെ നിർമ്മാതാക്കളാണ്. ഇവരുടെ UPയിലുള്ള പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി ഉയർത്തും എന്ന് കമ്പനി അറിയിച്ചു. അവാന്തി ഫീഡ് കമ്പനി 62 നിന്ന് 72 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. ചോളമണ്ഡൽ ഫിനാൻസ് കമ്പനി അവർ 332 കോടി രൂപയിൽ നിന്ന് 470 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. ബാർബക്യൂ നേഷൻ കമ്പനി ഫുഡ് ചെയിൻ കമ്പനിയാണ്. ഇവർ നെറ്റ് പ്രോഫിറ്റ് 33% ഫോളായി 4.5 കോടി രൂപ മാത്രമാണ് അറ്റാദായം കരസ്ഥമാക്കിയുള്ളൂ. വിജയ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 67% ഉയർന്ന് 25 കോടി രൂപ കരസ്ഥമാക്കി. യൂണിക്കം ലാബ് മികച്ച ഒരു റിസൾട്ട്, സ്റ്റോക്കിൽ നിന്ന് 20% UC. ഇവർ 63 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിക്ക് ഇത്തവണ 84 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തിയിട്ടുണ്ട്. ഇനി മറ്റുള്ള ന്യൂസുകളും കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ട്രേഡബിലിറ്റി ടാബിലുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡബിലിറ്റി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. മാർക്കറ്റ് സമയത്ത് ന്യൂസ് കിട്ടാൻ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സെർച്ച് ചെയ്യേണ്ട, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.